UGC കൊണ്ടുവന്നിട്ടുള്ള കരട് ചട്ട ഭേദഗതിക്കെതിരെ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചാരണമായി ഈ സമ്മേളനം മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നഗ്നമായ ഭരണഘടനാ ലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രചാരണത്തിന് പൊതുഖജനാവിനെ ഉപയോഗിക്കുന്നത് നിയമലംഘനമാണ്. ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ മാത്രമാണ് സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ദൂർത്താണ് ഇതുവഴി നടത്തിയത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു IND സഖ്യത്തിൻ്റെ സമ്മേളനമാണ്. അതിനായിട്ട് സർക്കാർ പൊതുഖജാനാവിലെ പണം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതിൽ നടത്തിയ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി ഗവർണർമാർക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, മന്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പണം ദൂർത്തടിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഈ നഗ്നമായ നിയമലംഘനവും ഭരണഘടനാ ലംഘനവും നടത്തിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് LDFനും UDFനും CPMനും കോൺഗ്രസിനും BJPയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. വേണമെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയ വൻ സമ്മേളനം നടത്തിയിട്ട്. തലശ്ശേരി മണോളിക്കാവിൽ സംഘർഷത്തെ തുടർന്ന് CPM പ്രവർത്തകർ പോലീസിന് നേരെയും നടത്തിയ ആക്രമണം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാനത്ത് പോലീസിന് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.